ഇയാളെ കൺകണ്ട ദൈവമായി കരുതി ഇയാൾക്ക് വേണ്ടി കൊല്ലാനും ചാവാനും നടക്കുന്ന സഖാക്കൾ നിർബന്ധമായും കേൾക്കണം. ഏഷ്യാനെറ്റ് ന്യൂസ് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട ഈ വാർത്ത. സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖരനെതിരെ രൂക്ഷ വിമർശനവുമായി പിണറായി വിജയൻ നടത്തിയ ഒരു പഴയ നിയമസഭാ പ്രസംഗം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. കൂത്തുപറമ്പ് വെടിവെപ്പിനെ തുടർന്ന് നിയമസഭയിലെ അടിയന്തര പ്രമേയത്തിന് മേലുള്ള ചർച്ചയിലാണ് വിമർശനം. കരിങ്കൊടി കാണിച്ചിട്ട് പ്രവർത്തകർ പിരിഞ്ഞു പോകും, വെടിവെക്കരുത് എന്ന് എം.വി. ജയരാജൻ ആവശ്യപ്പെട്ടപ്പോൾ വെടിവെപ്പ് ഞങ്ങൾക്കൊരു പരിശീലനമാണ് എന്ന് റവാഡ പറഞ്ഞതായി പിണറായി വിജയൻ. റവാഡയെ സസ്പെൻഡ് ചെയ്ത് കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നും നിയമസഭാ പ്രസംഗത്തിൽ പിണറായി. 1995 ജനുവരി 30 നടത്തിയ പ്രസംഗത്തിന്റെ നിയമസഭാ രേഖകൾ ഏഷ്യാനെറ്റ് ന്യൂസിന് കിട്ടിയിട്ടുണ്ട്. ഷാജഹാനാണ് വിവരങ്ങൾ നൽകാൻ ചേരുന്നത്. ഷാജഹാൻ, ഈ കൂത്തുപറമ്പ് വെടിവെപ്പ് കേസ് അത് CPM എന്നും മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു അധ്യായമാണ്. അവരുടെ 6 രക്തസാക്ഷികൾ, 6 പേരുടെ ജീവൻ കവർന്നൊരു സംഭവമാണ്. അതിൽ CPM എല്ലാ കാലത്തും പ്രതിക്കൂട്ടിൽ നിർത്തിയിരുന്ന ആളാണ് റവാഡ ചന്ദ്രശേഖർ. സുപ്രീം കോടതി വരെ നിയമ പോരാട്ടം നടത്തി, കാലൻ എന്ന് വിശേഷിപ്പിച്ചു. പക്ഷേ പിന്നീട് അദ്ദേഹം DGP ആയി മാറുന്ന സമയത്ത് മത്സരിച്ച് CPM സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ, ഇപ്പോഴത്തെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി അടക്കം, അന്ന് M.V. ജയരാജൻ അവിടെ മുൻപന്തിയിൽ സമര പോരാളി ഉണ്ടായിരുന്നു, M.V. ജയരാജൻ അടക്കം ഇദ്ദേഹത്തെ ന്യായീകരിക്കുന്നതാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ ഈ പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെതായി പുറത്തു വരുന്ന ഈ നിയമസഭാ രേഖയിൽ അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗത്തിന്റെ ഉള്ളടക്കം എന്താണ് ഷാജഹാൻ? ചില കാര്യങ്ങൾ എത്ര നിലപാടിൽ നിന്നും അലക്കം മറിഞ്ഞാലും രേഖകളിൽ നിന്ന് മായ്ച്ചു കളയാൻ കഴിയില്ല. ഇപ്പോൾ റവാഡ ചന്ദ്രശേഖരനോടുള്ള CPM-ന്റെ സമീപനം മാറിയത് നമ്മൾ അദ്ദേഹത്തെ DGP ആയി നിയമിച്ചപ്പോൾ കണ്ടതാണ്. പക്ഷെ അന്ന് നിയമസഭയിൽ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ളത്, അതായത് 1994 നവംബറിൽ ഈ സംഭവം നടക്കുന്നു, 95 ജനുവരി മാസത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട നിയമസഭയിൽ അടിയന്തര പ്രമേയം കൊണ്ടുവരുന്നത്. ഈ അടിയന്തര പ്രമേയത്തിൽ മേലുള്ള ചർച്ചയിലാണ് പിണറായി വിജയൻ വളരെ രൂക്ഷമായ പരാമർശങ്ങൾ അന്ന് നടത്തിയത്. അതിന്റെ നിയമസഭാ രേഖയാണ് ഏഷ്യാനെറ്റ് ന്യൂസിന് ലഭിച്ചിരിക്കുന്നത്. അതിലാണ് അദ്ദേഹം ചില കാര്യങ്ങൾ പത്രങ്ങൾ കോട്ട് ചെയ്തുകൊണ്ട് പറയുന്നു. അതിൽ അദ്ദേഹം പറയുന്നു, റവാഡ ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിലുള്ള സംഘം, പോലീസ് സംഘം സമരക്കാരെ എറിഞ്ഞും അടിച്ചൊതുക്കിയും മുന്നോട്ട് നീങ്ങുകയായിരുന്നു എന്ന് പറയുന്നു. ഇതിനിടയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ആരോപണം റവാഡ ചന്ദ്രശേഖരനെതിരെ അന്ന് പിണറായി വിജയൻ നിയമസഭയിൽ ഉന്നയിച്ചത്, അതായത് ഈ സമരക്കാർ പറയുന്നു ഞങ്ങൾ കരിങ്കൊടി കാണിച്ച് പിരിഞ്ഞു പോയിക്കൊള്ളാം. ഇക്കാര്യം DYFIയുടെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ആയിരുന്ന M.V. ജയരാജൻ അന്ന് റവാഡ ചന്ദ്രശേഖരനെ അറിയിച്ചു. പക്ഷെ റവാഡ നൽകിയ മറുപടി ദിസ് ഇസ് എ ഡ്രിൽ ഫോർ അസ് എന്നാണ്, അതായത് ഞങ്ങൾക്ക് ഇതൊരു പരിശീലനം മാത്രമാണ്. അങ്ങനെ വെടിവെച്ച് പരിശീലനം നടത്തുന്ന ഒരു ASP ആണ്, സാധാരണക്കാരായ പാവപ്പെട്ട സമരക്കാരുടെ മേൽ വെടിവെച്ച് പരിശീലനം നടത്തുന്ന ഒരു ASP ആണ് റവാഡ ചന്ദ്രശേഖർ ആണ് എന്നാണ് അന്ന് നിയമസഭയിൽ പിണറായി വിജയൻ പ്രസംഗിച്ചത്. ഇതാണ് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലെ ഏറ്റവും ഗുരുതരമായ ഭാഗം. മറ്റൊന്ന്, റവാഡ ചന്ദ്രശേഖരനെയും ഹക്കീം ബത്തേരിയെയും സസ്പെൻഡ് ചെയ്ത് അവർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്ന് പിന്നീട് വന്ന ഇടതുപക്ഷ സർക്കാർ എടുത്തുവെങ്കിൽ പോലും അന്ന് UDF സർക്കാർ എടുത്തിരുന്നില്ല. അപ്പോൾ ആ ആവശ്യം ആദ്യമായി പിണറായി വിജയനാണ് നിയമസഭയിൽ ഉന്നയിക്കുന്നത്. അങ്ങനെ ഇപ്പോൾ പലതും അങ്ങനെയൊന്നും നടന്നിട്ടില്ല എന്ന് CPM നിഷേധിക്കുന്നുണ്ടെങ്കിൽ പോലും ഈ ചരിത്ര രേഖകൾ നിയമസഭയുടെ ശേഖരത്തിൽ അവിടെ കിടക്കുകയാണ്. ഇനി വിജയനോടൊരു വാക്ക്. തലച്ചോറിന്റെ ഒരു അംശമെങ്കിലും ബാക്കിയുള്ള സഖാക്കൾ ഇത് കേൾക്കുന്നതോടെ തന്റെ പൊയ്മുഖം തിരിച്ചറിയുമെന്നും തനിക്ക് വേണ്ടി ജീവിതം തൊലയ്ക്കാൻ അവരെ ഇനി കിട്ടില്ല എന്നും മാത്രം ഓർമ്മിപ്പിക്കുന്നു.